ഭാവഗായകൻ എന്ന മലയാളി അത്രത്തോളം സ്നേഹത്തോടെ ചേർത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം അർഹനായ ഒരു മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളതാണ് പി ജയചന്ദ്രൻ്റെ വിയോഗത്തിലൂടെ നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയ കലാസാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അദ്ദേഹത്തിനായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. Brahms, West. സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ട്. സച്ചിൻ, ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ആദരം അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങും. പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഗായകൻ പി ജയചന്ദ്രന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയുള്ള യാത്രയയപ്പ് ആണിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി കഴിഞ്ഞു.
അല്പസമയത്തിനകം തന്നെ മകൻ ചിതക്ക് തീക്കൊളുത്തും. അതിന്റെ നടപടി ക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാലിയത്ത് തറവാട്ട് വീട്ടിനുള്ളിൽ വെച്ച് ചില മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പി ജയചന്ദ്രൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹ സംസ്കരിക്കുന്നതിന്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഇന്ന് രാവിലെ മുതൽ പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിലും അതിനുശേഷം ഇരിങ്ങാലക്കുട പി ജയചന്ദ്രൻ പഠിച്ച നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും എത്തിയിട്ടുള്ളത്. ആ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് എറണാകുളം പറവൂരിലെ പാലിയത്ത് തറവാട്ട് വീട്ടിൽ പി ജയചന്ദ്രൻ കുട്ടിക്കാലം ജനിച്ചു വളർന്ന പാലിയത്ത് തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഈ പാലിയത്ത് തറവാട്ടിലും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. മന്ത്രിമാരായ എം വി രാജേഷ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എം പിമാരായ ഹൈബി ഈഡൻ, എം കെ രാഘവൻ തുടങ്ങിയവരും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി പാലിയത്ത് തറവാട്ട് വീട്ടിലാണ് എത്തിയത്. അതേപോലെ തന്നെ നടന്മാരായ പ്രേംകുമാർ അടക്കമുള്ള പ്രമുഖരും ഈ പാലിയത്ത് തറവാട്ടിലെത്തി അവസാന നിമിഷത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലിയത്ത് തറവാട്ട് വീട്ടിന് മുന്നിലുള്ള സ്ഥലത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ വ്യക്തമാക്കിയതുപോലെ ചേന്നമംഗലത്ത് പി ജയചന്ദ്രന്റെ സ്മാരകം ഒരുക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലം MLA കൂടിയാണ് വി ഡി സതീശൻ. അതിനാൽ തന്നെ കേരളത്തിന്റെ മനസ്സിൽ നിന്നും ശരീരം മാത്രമാണ് വിനിഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി ജയചന്ദ്രന്റെ പോകുന്നത്. പാട്ടുകൾ, പി ജയചന്ദ്രന്റെ ഓരോ വരികളും ആലപിച്ച ഓരോ പാട്ടുകളും മലയാളികളുടെയും അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ സംഗീത പ്രേമികളുടെയും മനസ്സിൽ ഉണ്ടാകും. അത്രമേൽ ഹൃദയസ്പർശമായ വരികളാണ് പി ജയചന്ദ്രന്റെ ഓരോ ഗാനത്തിലും ഉള്ളത്. അത് എല്ലാ മലയാളികളും പി ജയചന്ദ്രൻ വിടവാങ്ങിയ അന്ന് രാത്രി മുതൽ ഇന്നലെയും ഇന്നുമായി പി ജയചന്ദ്രനെ ഓർക്കുന്ന എല്ലാവരും ഓരോ വരികൾ പാടിക്കൊണ്ട് തന്നെയാണ് പി ജയചന്ദ്രന് യാത്രാമൊഴിയേകിയത്. പൊതുദർശനം നടത്തിയ ഓരോ സ്ഥലങ്ങളിലും പി ജയചന്ദ്രന്റെ എല്ലാ പാട്ടുകളും വെച്ചു എന്നതും പി ജയചന്ദ്രന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ യാത്രയയപ്പ് തന്നെയാണ്. കേരള സർക്കാരിന് വേണ്ടി മന്ത്രി ആർ ബിന്ദുവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയും റീത്ത് സമർപ്പിച്ചത്. അങ്ങനെ പ്രിയപ്പെട്ട ഗായകന് സംസ്ഥാന സർക്കാരും ഏറ്റവും വലിയ യാത്രയയപ്പ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പാലിയത്ത് തറവാട്ട് വീട്ടിന് മുന്നിലെ സ്ഥലത്ത് ഇപ്പോൾ സംസ്കാര ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും. വലിയൊരു ജനപ്രവാഹം തന്നെ തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിലും അതിനുശേഷം ഇന്നലെ സാംസ്കാരിക നിലയമായ തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലും നിരവധി പേരായിരുന്നു എത്തി അന്ത്യോപചാരം അർപ്പിച്ചത്. തുടർന്ന് പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 8:30 മൃതദേഹം തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. പാലിയത്ത് തറവാട്ടിലും നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനും പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്കു കാണുവാനും വേണ്ടി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിതയൊരുക്കാനുള്ള ചിതയിലേക്ക് അവസാനത്തെ സച്ചിൻ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മലയാളത്തിന്റെ പ്രിയ ഭാവഗായകനെ. ശരീരം മടങ്ങുന്നു, ശരീരം അവശേഷിപ്പിച്ചുകൊണ്ട് ആ ശരീരം മടങ്ങുകയാണ്. നേരത്തെ എല്ലായിടത്തും കണ്ടതുപോലെ, സച്ചിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പൊതുദർശന ചടങ്ങുകളിലൊക്കെയും കണ്ടതുപോലെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അദ്ദേഹത്തെ അവിടെ യാത്രയയക്കാൻ എത്തിയിട്ടുണ്ട്. അടുത്ത കുടുംബക്കാരും സുഹൃത്തുക്കളും മാത്രമല്ല, വൻ ജനാവലി അവിടെ എത്തിയിട്ടുണ്ട്, അല്ലേ സച്ചിൻ? സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. പറവൂരിലെ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ട് വളപ്പിൽ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നു. മലയാളത്തിൻ്റെ
പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രന് തിയോഫിൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, അങ്ങനെ പാട്ടിൻ്റെ ഒരു യുഗം അവസാനിക്കുകയാണ്. മലയാളികൾ എന്നെന്നും നെഞ്ചേറ്റിയ, ഇനി എന്നെന്നും നെഞ്ചേറ്റാനിരിക്കുന്ന ഒരു നിരവധി പാട്ടുകൾ നമുക്ക് പാടിത്തന്നു കടന്നു പോകുന്നു ഒരു പാട്ടിൻ്റെ യുഗം. വാക്കുകളും വരികളും മാത്രം ബാക്കിയാക്കി ഗായകൻ അനശ്വരതയിലേക്ക് പോകുന്ന നിമിഷങ്ങളാണ്. എറണാകുളം ചേന്നമംഗലത്തെ പാലിയം തറവാട്ടിലെ പിതൃസ്മൃതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ചിത എരിയാൻ തുടങ്ങുന്ന നിമിഷങ്ങൾ മകൻ ദിനനാഥനാണ് അദ്ദേഹത്തിന്റെ ചിതയിലേക്ക് തീ കൊളുത്തുന്നത്. ഈ നേരത്തെ തന്നെ ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു പ്രത്യേക ഭാഗമാണ് ഇത്. ഈ പാലിയം കോവിലകത്തിന്റെ തെക്ക് ഭാഗത്തായി പിതൃസ്മൃതി എന്ന ഒരു മതിൽകെട്ടി തിരിച്ചൊരു പ്രത്യേക ഭാഗമുണ്ട്. ഈ തറവാട്ടിലെ പൂർവികരെല്ലാം സംസ്കരിക്കപ്പെട്ടത് ഇവിടെയാണ്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ തന്നെ ഐവർ മഠത്തിലെ കൃഷ്ണപ്രസാദ് വാര്യരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംസ്കാര ചടങ്ങിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അല്പനിമിഷം മുമ്പാണ് 12:30 കോവിലകത്തു നിന്നും മൃതദേഹം ഈ ചിതയിരിക്കുന്ന ഈ പ്രത്യേക ഒരുക്കിയ പിതൃസ്മൃതിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഒരു അരമണിക്കൂറോളമുള്ള ചടങ്ങുകൾ നേരത്തെ തന്നെ കോവിലകത്തിനുള്ളിൽ ഇവരുടെ വിശ്വാസപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ഈ പിതൃസ്മൃതിയിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ, പോലീസ് സേനയുടെ ഔദ്യോഗിക ബഹുമതികൾ, അതിനുശേഷം മൃതദേഹം സംസ്കാരം നടക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഈ കുടുംബാംഗങ്ങളും എല്ലാം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഒട്ടനവധി പ്രമുഖരും പ്രതിപക്ഷ നേതാവ് വി. സുധീശൻ, അതോടൊപ്പം തന്നെ നേരത്തെ ജില്ലാ കളക്ടർ എത്തിയിരുന്നു, പ്രൊഫസർ MK സാനു, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ഇപ്പോൾ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ പറയുന്ന ഗായകൻ, ഭാവഗായകൻ അനശ്വര ഗായകനായി മാറുന്ന സമയമാണിത്. ഇനി പാട്ടിന്റെ വരികൾ മാത്രമാണുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ആ ഭൗതിക ശരീരം ഇനിയില്ല. ഏകദേശം 1.5 മണിക്കൂറോളം സമയം കൊണ്ട് ഈ ചിത എരിഞ്ഞു തീരും. സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കി തയ്യാറാക്കിയ ചാമച്ചം, ചന്ദനം തുടങ്ങിയവയെല്ലാം ചേർത്തുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ചിതയിലാണ് പി ജയചന്ദ്രൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ, ഇപ്പോൾ അവസാനമായി എരിഞ്ഞ് കൊണ്ടിരിക്കുന്നത്. ചിത എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ചിത കത്തി തുടങ്ങിയാൽ 1.5 മണിക്കൂറോളം സമയം മതിയാകും ഇത് എരിഞ്ഞു തീരാൻ. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഈ ഇതിന്റെ ഒരു ക്രമീകരണം. അതായത് പഴയ രീതിയിലുള്ള വിറക് അടുക്കി സ്വാഭാവികമായ ഏരിയയിലല്ല, ഒരു ബ്ലോവർ സംവിധാനം ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഐവമഠത്തിന്റെ സംസ്കാര രീതിയിൽ 2 ബ്ലോവർ 2 ഭാഗത്തു നിന്ന് ക്രമീകരിച്ച ശേഷം നന്നായി കത്തുന്നതിന് ഗ്യാസ് കൂടി ഇതിനോടൊപ്പം അല്പം ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് ഗ്യാസ് കൂടി നൽകുന്നുണ്ട്. ഈ LPGയുടെ കൂടി സഹായത്തോടു കൂടിയാണിത് നന്നായിട്ട് എരിയുക. അങ്ങനെ 1.5 മണിക്കൂറിനുള്ളിൽ ഈ ചിത എരിഞ്ഞു തീരും. അപ്പോൾ ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞിരിക്കുന്നു, 1:20 അടുക്കുന്നു, 1:20 കഴിഞ്ഞിരിക്കുന്നു. ഈ 1:20 പൂർണ്ണമായും ചിത എരിയാൻ തുടങ്ങുകയാണ്. ഇനി 1.5 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ചിത എരിഞ്ഞു തീരും. ഗായകൻ നമ്മളെല്ലാം കണ്ടിരുന്ന മലയാളത്തിന്റെ നഷ്ടം എന്ന് നമ്മൾ നേരത്തെ പറയുന്ന ആ ഒരു യാത്രയാവുകയാണ്. വേദനയോടുകൂടിയാണ് ഒട്ടേറെ പേർ അദ്ദേഹത്തെ യാത്രയക്കാൻ എത്തിയത്. ഈ പിതൃസ്മൃതിയുടെ കോമ്പൗണ്ടിന് പുറത്ത് ഒട്ടേറെ ജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയവർ. ഇതിനകത്തേക്ക് ഈ ശ്മശാനത്തിന്റെ ഭാഗത്തേക്ക്, ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് മാധ്യമപ്രവർത്തകർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് പ്രവേശനം നൽകിയിരുന്നത്. ചിത ഇപ്പോൾ ആളി കത്താൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ അനശ്വര ഗായകനായി മാറുകയാണ്. തിയോഫിൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അനുരാഗ ഗാനം പോലെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിക്കൂടിയ പ്രിയപ്പെട്ട ജയേട്ടൻ, ഭാവഗായകൻ അഴകിൻ്റെ അലയായി മാറുന്നു. ഈ പാലിയത്തിന്റെ മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം തറവാടാണ്. അവർ പാലിയൻ കുടുംബത്തിലെ അംഗമാണ്. പാലിയത്തച്ഛന്മാർ എന്നറിയപ്പെടുന്ന പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന ഒരു കുടുംബം, ആ രാജകുടുംബത്തിലെ അംഗമാണ് പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നത് നമ്മളിപ്പോൾ അവസാനമായി ഈ പൊതുദർശനത്തിൽ വെച്ചിരുന്ന പാലിയം കോവിലകത്തായിരുന്നു. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ തറവാടാണിത്. പിന്നീട് ഭാഗം ശ്രദ്ധിച്ച്
ഇരിങ്ങാലക്കുടയിലുള്ള പാലിയം തറവാട്, പാലിയം വീട് അദ്ദേഹത്തിന്റെ മാതാവിന് ലഭിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറുന്നത്. പിന്നീടുള്ള പഠനം ഇരിങ്ങാലക്കുടയിലായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം ഉൾപ്പെടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ. അങ്ങനെ ഇരിങ്ങാലക്കുടക്കാരനായി പിന്നീട് മാറുകയായിരുന്നു പി ജയചന്ദ്രൻ. ഏറെക്കാലം ഇരിങ്ങാലക്കുടയിൽ തന്നെയായിരുന്നു. അദ്ദേഹം മദ്രാസിൽ ഗാനവുമായി ബന്ധപ്പെട്ട് പാട്ട് പാടുന്നതിനായി ആദ്യകാലത്ത് കുറെ വർഷങ്ങൾ ചെന്നൈയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം മടങ്ങി കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്നും ഉണ്ടായിരുന്നത് ഇരിങ്ങാലക്കുടയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും മൃതദേഹം തിരികെ കൊണ്ടുവരുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ പൊതുദർശനത്തിന് വെച്ചത്. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അതിനുശേഷം മൃതദേഹം കൊണ്ടുവരുന്നത് ഈ പാലിയം കോവിലകത്തേക്കാണ്. പാലിയം കോവിലകത്ത് കൊച്ചിയിൽ നിന്ന് വരുന്നവർക്കും ബന്ധുക്കൾക്കും മറ്റുള്ള ബന്ധുക്കൾക്കും എല്ലാം വന്ന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ പരമാവധി കാണേണ്ട ആളുകളൊക്കെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളവരെല്ലാം ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇന്നലെ തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമിയിലിരുന്നു. അവിടെയാണ് പൊതുദർശനം ഒരു സൗകര്യം ഒരുക്കിയിരുന്നത്. പി ജയചന്ദ്രന് യാത്രാമൊഴി ഏകിയിരിക്കുകയാണ് മലയാളക്കര. അദ്ദേഹം പാടിവെച്ച പാട്ടുകളൊക്കെ ഇവിടെ അവിസ്മരണീയമായി നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ അവശേഷിപ്പിച്ച് പി ജയചന്ദ്രൻ മടങ്ങുന്നു. സംസ്കാര ചടങ്ങുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തറവാട്ട് വളപ്പായ പാലിയത്ത് തറവാട്ട് വളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തിയോഫിനും സച്ചിൻ വള്ളിക്കാടുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു വന്നത്.